ഉണ്ണി പറഞ്ഞ ചില കാര്യങ്ങൾ നോക്കൂ. ഉണ്ണി സമ്മതിക്കുന്നുണ്ട്, അതായത് കേരളത്തിൽ ഇത് വില പോകുന്നില്ല, പക്ഷേ ദേശീയ തലത്തിൽ ഇത് പലയിടങ്ങളിലും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്. നമുക്ക് ഒരുപക്ഷെ മധ്യപ്രദേശിൻ്റെ കാര്യത്തിനകത്ത് അത്തരം വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉണ്ണി, നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു സമൂഹം എങ്ങനെ അതിനെ കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത്. ഇന്നാണ് ഈ സാക്ഷി മാലിക്കിൻ്റെയും വിനയ് ഫോഗട്ടിൻ്റെയും ഒക്കെ ഒരുപക്ഷെ ലോക തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സമരം നടത്തുന്നുണ്ടല്ലോ. അവർക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളെല്ലാം തന്നെയും അവിടെ പോയി വിജയപഥത്തിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് അവർ വെറും കൈയോടുകൂടി തിരിച്ചു വരുന്നു. ഇന്ന് അവർക്കെതിരെ ഗുണ്ടകളെ ഇറക്കിയ ബ്രിജ്ഭൂഷൺ സിംഗ് ഗുണ്ടകളെ ഇറക്കിയ ദിവസമാണ്. നോക്കൂ, നമുക്കൊക്കെ പറ്റുമോ ഉണ്ണി, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ ഈ സാക്ഷി മാലിക്കും വിനയ് ഫോഗട്ടും ഒക്കെ നടത്തുന്ന സമരങ്ങൾ? ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം എന്താണ് എന്ന് നമ്മൾ കാണേണ്ടത് ആ സ്ത്രീ അവിടെ കൊണ്ടുപോയി ആ പറയുന്ന മെഡലുകൾ വെച്ച് തിരിച്ചു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരത്തെയാണ്. അങ്ങനെ ഒരു എന്താ പറയുക, BJP-യുടെ MP, ആ ആൾ 5 ലോക്സഭാ മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തുന്ന ആ രാഷ്ട്രീയ നേതാവാണെന്ന് കരുതി അയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് റേപ്പാണ് യഥാർത്ഥത്തിൽ ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ആൾ നടത്തിയിട്ടുള്ളത്. അയാളുടെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള സഞ്ജയ് സിംഗ് ഇന്നിപ്പോൾ കുറേ പിള്ളേരെ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ സാക്ഷി മാലിക് പറയുന്നത് എന്താണ്? എനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കണ്ടേ? അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന സർക്കാരാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ. അങ്ങനെയുള്ള സർക്കാരുള്ള കാലഘട്ടത്തിൽ ഈ പൊള്ളയായിട്ടുള്ള ആത്മാർത്ഥതയില്ലാത്ത പദ്ധതികൾ, ഈ കക്കൂസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പാചകവാതകം കൊടുക്കുന്നു. നിങ്ങൾക്ക് കക്കൂസ് എന്തിനാ? ഈ പറയുന്ന കക്കൂസ് ഇല്ലാത്ത വീട് പുതുക്കി പണിയാൻ എന്തുകൊണ്ട് ഒരു കൃത്യമായ പദ്ധതി? 60,000 രൂപയാണ് ഒരു വീട് പണിയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ഈ 60,000 രൂപയ്ക്ക് ഒരു വീട് ഉണ്ടാക്കാൻ കഴിയുമോ? ഒരു കക്കൂസ് ഉണ്ടാക്കാൻ പറ്റുമോ ഇന്നത്തെ സാഹചര്യത്തിൽ? അപ്പോൾ ആ നിലയിൽ ഒരു സമഗ്രമായി കാര്യങ്ങൾ കാണാതെ ഈ തട്ടിപ്പ് പേരിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ചില ഈ പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ മണിപ്പൂർ കണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നോക്കൂ, 2 സ്ത്രീകൾ ഓടുകയാണ് ഒരു മോബിൻ്റെ മുന്നിൽ കൂടെ നഗ്നരായിട്ട്. അവരെ ആ വയലിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ തരത്തിലുള്ള വംശീയ കലാപം, വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് എന്താ അവിടെ നരേന്ദ്രമോദി പോയിട്ടില്ല. അവിടെ ഇടപെടൽ നടത്തുന്നില്ല. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതായത് നമ്മൾ ഈ പെർസെപ്ഷൻ സൃഷ്ടിക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ളത് കേരളത്തിലെ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള പദ്ധതികളിലൂടെ കേരളത്തിലെ സ്ത്രീ സമൂഹം എങ്ങനെയാണ് വളർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന് ഈ പറയുന്ന വാചകങ്ങളൊന്നും ഗുണം ചെയ്യില്ല എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ തന്നെ പൊള്ളയായ ആത്മാർത്ഥതയില്ലാത്ത കുടിലതന്ത്രങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതികൾ മാത്രമേ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതായി ഞാൻ കാണുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം സുജിയ പാർവതി സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ? എനിക്ക് ഇന്നും സംശയമുള്ള കാര്യമാണ്. ശരിയാണ്, ചില പദ്ധതികളുടെ കോടികൾ ചെലവഴിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന കക്കൂസ് പദ്ധതിയും പാചകവാത പദ്ധതി. ഗംഗാ ശുദ്ധീകരണം, ഉണ്ണി ഓർമ്മയില്ലേ? ഗംഗാ ശുദ്ധീകരണം, ഗംഗാ ശുദ്ധീകരണത്തിന് ഒരുപക്ഷെ നമ്മൾ മറ്റൊരു പദ്ധതിക്കും ചെലവഴിക്കാത്ത പണം ചെലവഴിച്ചു കഴിഞ്ഞു. ഇത് മുഴുവൻ ഗംഗയിൽ കൊണ്ട് ഒഴുക്കുകയാണ്. അപ്പോൾ ഇതിലൊന്നും തന്നെയും റിസൾട്ട് ഇല്ല. കൃത്യമായ രീതിയിൽ ഒരു പദ്ധതി വിജയിച്ചോ ഇല്ലയോ എന്ന് പറയാൻ അതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാവണമല്ലോ. ആ ഔട്ട്കം ഇല്ല. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തില് ഗംഗയിൽ ഒഴുകിയ എന്താണെന്നറിയാമോ? മനുഷ്യ ശരീരങ്ങള്, പാതി വെന്ത മനുഷ്യ ശരീരങ്ങളാണ് ഗംഗയിൽ ഒഴുകിയത്. നമാമി ഗംഗെ പദ്ധതി അവിടെ നടപ്പായിട്ടുണ്ട്. അത് കൃത്യമായി ഗംഗയുടെ തീരങ്ങളിലൂടെ സഞ്ചരിച്ചാൽ അങ്ങേക്കും കണ്ട് മനസ്സിലാക്കാം. ഞാൻ ഗംഗയുടെ തീരത്തൊക്കെ ഇഷ്ടം പോലെ സഞ്ചരിക്കുകയും ഈ കാലഘട്ടത്തിൽ പോകേണ്ട കാര്യമില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഗംഗാ ശുദ്ധീകരണത്തിന് അത് വെള്ളത്തിൽ മുക്കിയിരിക്കുകയാണ്. ഇല്ല, ഇവിടുത്തെ ഒരു പ്രശ്നം അറിയാം. Meet the editors.